ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ഈ സാരിയിലൊരു ടോപ്പ് തയ്ക്കാം. തംബ്നെയിൽ കണ്ടതുപോലത്തെ ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള സാരി. അതിൻ്റെ മുന്താണിയാണ് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. ഇതാണ് മുന്താണി. അപ്പോൾ ഈ മുന്താണി നമുക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ടോപ്പ് തയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മടക്കി വയ്ക്കാം. 4 മടക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 മടക്കി എടുത്തിട്ടുണ്ടേ. കണ്ടില്ലേ, ഇതേപോലെ 4 മടക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഇതൊന്ന്, ഇത് 2, ഇത് 3, 4, അങ്ങനെ 4 മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സാരി താഴ്ഭാഗവും മുകൾ ഭാഗവും ഈക്വലായിട്ടാണോ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ മടക്ക് വരുന്ന ഭാഗത്ത് അതിനകത്ത് വരുന്ന തുണിയും കറക്റ്റാണോ എന്ന് നോക്കി വേണം അളവെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് അകത്തെ തുണിക്ക് ആ വീതി കുറഞ്ഞു പോകും. ഞാനിവിടെ ടോപ്പിൻ്റെ ഫുൾ ലെന്ത് 43 ഇഞ്ചാണ് എടുക്കുന്നത്. സാരി വെറുതെ വെട്ടിക്കളയണ്ടെന്ന് കരുതിയിട്ട് ഫുൾ ലെന്ത് അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 43 ഇഞ്ചെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്ക് ഷോൾഡർ എടുക്കാം. ഷോൾഡർ എനിക്ക് 13.5 വരുന്നത്. അപ്പോൾ 13.5 പകുതി എടുക്കണം. 13.5 പകുതി, അപ്പോൾ ഒരു 6.25 കിട്ടുന്നത്. മടക്കുമ്പോഴത്തേക്ക് പകുതി കിട്ടും. അപ്പോൾ 6.25 അത് നമുക്കവിടെ മാർക്ക് ചെയ്യാം. 6.25 മാർക്ക് ചെയ്ത് കൊടുക്കണുണ്ട്. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി തുണി ലെവലായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഈ എൻഡ് കറക്റ്റായിട്ട് നോക്കണേ, അകത്തെ തുണി കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടൊന്ന് പിടിക്കുക. അത് ഷോൾഡർ ലെന്ത് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് പിടിച്ച് വെച്ച്, സ്കെയിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് 43 ഇഞ്ച് കറക്റ്റാണോ നോക്കണം. ലൈൻ ചരിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആം ഹോൾ റൗണ്ടാണ്. അപ്പോൾ ആം ഹോൾ ലെന്ത് നമുക്ക് 6 ഇഞ്ചാണ് എടുക്കുന്നത്. എസ് സൈസ് അളവിനാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പം എസ്സിനും എമ്മിനും ഒക്കെ ഒരു 6 ഇഞ്ച് മതിയാവും. അതിന് മുകളിലാണെങ്കിൽ 6.5 എടുക്കാം. ഇപ്പോൾ എനിക്ക് 6 എടുത്ത് ആം ഹോൾ റൗണ്ട് വരയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റിൻ്റെ ആം ഹോൾ റൗണ്ട് 14 ഇഞ്ചാണ്, അത് കിട്ടുന്നുണ്ട്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ ആം ഹോൾ റൗണ്ടിന് ആം ഹോൾ ലെന്ത് എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ എടുക്കാനുള്ളത് ചെസ്റ്റാണ്. ചെസ്റ്റ് എനിക്ക് 30 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ തുണി 4 ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് 30നെ 4 ഡിവൈഡ് ചെയ്യണം. ആ കിട്ടുന്നതാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. ഇപ്പോൾ 30 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ 4 എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് 7.5 ഇഞ്ച് കിട്ടും. അപ്പോൾ ആ 7.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ 4 എടുക്കുന്നത്. 4 എടുക്കുന്ന കാര്യം മനസ്സിലായല്ലോ, തുണി 4 മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എനിക്കിവിടെ 7.5 കിട്ടി. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 1 ഇഞ്ച് മുകളിലോട്ട് കുത്തി ഇതേപോലെ ഒന്ന് ആം ഹോൾ റൗണ്ട് ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി ഇപ്പോൾ നമ്മൾ വരച്ച ഈ ആം ഹോൾ റൗണ്ട് നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി കിട്ടുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ ടോട്ടൽ ആം ഹോൾ റൗണ്ട് എനിക്ക് 14ആണ്. അപ്പോൾ 14ൻ്റെ പകുതി 7 ഇഞ്ച്. അപ്പോൾ 7 ഇഞ്ച് ഈ റൗണ്ടിന് കിട്ടുന്നുണ്ടോ നോക്കണം. ആം ഹോൾ റൗണ്ട് 14ആണ്. അപ്പോൾ അതിൻ്റെ 7 ഇഞ്ച് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് പിടിച്ച് നോക്കുമ്പോൾ 7 ഇഞ്ച് കിട്ടണോ നോക്കണം. അപ്പോൾ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് 7 ഇഞ്ച് കിട്ടുന്നത്. നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് 7 ഇഞ്ച് കിട്ടുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ. അപ്പോൾ ഈ ആം ഹോൾ റൗണ്ട് നമുക്ക് കറക്റ്റാണ്. ഇതിപ്പോൾ ആം ഹോൾ റൗണ്ട് നിങ്ങൾക്ക് ചെറുതോ കൂടിയോ വരണമെങ്കിൽ ഈ ആം ഹോൾ ലെന്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചോ കൂട്ടിയോ കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും. അടുത്ത് നമുക്ക് ഹിപ്പാണ് എടുക്കേണ്ടത്. ഹിപ്പിൻ്റെ അളവ്. ഹിപ്പ് എനിക്ക് ടോട്ടൽ 33ആണ്. 33ൻ്റെ 4 എടുക്കണം. അപ്പോൾ 33നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു 8.5 കിട്ടുന്നുണ്ട്. അപ്പോൾ 8.5 മാർക്ക് ചെയ്യണം. അതിനായിട്ട് ഹിപ്പ് ലെന്ത് നമ്മൾ എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എനിക്ക് 18ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ആരുടെ അളവാണ് എടുക്കുന്നത് അവരുടെ ഹിപ്പ് ലെന്ത് നമ്മളൊന്ന് അളന്ന് നോക്കുക. അതിന് ശേഷം എടുക്കുക.
ഇപ്പോൾ എസ് എം ഒക്കെ ആണെങ്കിൽ 18 ഇട്ടാൽ മതി. അതിന് മുകളിലാണെങ്കിൽ 19, 20 വേണ്ടി വരും. ഇപ്പോൾ ഞാൻ 18 എടുക്കുന്നത്. 18 മാർക്ക് ചെയ്തതിന് ശേഷം 33-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 7.25 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വെച്ച് നമ്മളൊരു 8.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 1 ഇഞ്ച് തയ്യൽ തുമ്പിടുന്നു. ഇവിടെ 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അടുത്ത് നമുക്ക് വേണ്ടത് വേസ്റ്റാണ്. വേസ്റ്റിന് ഈ ആം ഹോൾ റൗണ്ടിൽ നിന്ന് ഹിപ്പ് വരെയുള്ള ലെന്തിൻ്റെ പകുതി എടുക്കുക. അതിങ്ങനെ മടക്കി വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഹാഫ് കിട്ടും. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഹിപ്പ് നമുക്ക് ടോട്ടൽ 27 ആണ്. അപ്പോൾ 27/4 അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ ടാപ്പ് 4 മടക്കിയാലും മതി. അപ്പോൾ എനിക്കിവിടെ 6.25 കിട്ടിയിരിക്കുന്നത്. 27-ൻ്റെ 4 6.25. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 6.25-ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ലൈൻസ് ഒന്ന്, ഈ പോയിൻറ്റുകളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആ ഹിപ്പ് വരുമ്പോൾ ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി താഴോട്ട് ലൈൻ പോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഞാൻ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സീയിങ് അലവൻസ് ആണ്. സീയിങ് അലവൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് താഴ്ഭാഗത്തെ റാ ഷേപ്പ് വരുന്നതിന് അവിടെ നിന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആ റാ ഷേപ്പിൻ്റെ പൊക്കം വേണ്ടത് അതനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു റാ ഷേപ്പ് കിട്ടും. കാരണം ലൈൻ ആയതുകൊണ്ട് സൈഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലെന്ത് കൂടുതൽ കിട്ടും. അപ്പോൾ 5 ഇഞ്ച് മതിയാവും നമുക്ക്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഒരു റാ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. ആ എൻഡ് വരെ ഒന്ന് വരച്ചു കൊടുക്കുക. ശേഷം നമുക്ക് ഷോൾഡർ, നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതേപോലെ ക്ലോത്ത് ഒന്ന് പിടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നെക്ക് എത്രയാണോ വേണ്ടത് അതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നെക്കിന് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്ക് വിത്ത് വേണ്ടത് അതനുസരിച്ച് കൊടുക്കുക. ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അടുത്ത് നെക്ക് ലെന്ത് കൊടുക്കുന്നത് ഒരു 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെന്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ഷേപ്പാണോ നെക്കിന് എടുക്കുന്നത് അതിന് എത്ര ലെന്ത് വേണമെന്നുള്ളത് നോക്കിയിട്ട് ആ ലെന്ത് ഇവിടെ മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 5.5 മതി. അതുകൊണ്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1 ഇഞ്ച് നെക്ക് താഴ്ത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വി ഷേപ്പ് കിട്ടുമ്പോഴത്തേക്ക് ആ കോളറൊന്ന് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കോളറല്ല, ആ വി ഷേപ്പ് തീരെ പൊങ്ങി പോകാതെ കുറച്ച് താഴ്ന്നിരിക്കാൻ കണക്കിന് 1 ഇഞ്ച് ഞാൻ താഴത്തോട്ട് മാർക്ക് ചെയ്തുണ്ട്. എന്നിട്ടൊരു യു ഷേപ്പ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ വി ഷേപ്പ് നമ്മൾ നിവർത്തി വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് താഴ്ന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ യു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വിട്ടാലും മതി. അപ്പോൾ അതിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അളവുകളെല്ലാം കഴിഞ്ഞു. പിന്നെ ബാക്ക് നെക്കിന് നമ്മൾ 2 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. അത് നമുക്ക് ഫ്രണ്ട് പോർഷൻ, അത് ക്ലോത്ത് ഫുൾ വെട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ മാറ്റിയതിന് ശേഷം ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അകത്തെ തുണിയെല്ലാം ഒന്ന് കറക്റ്റാണോ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വെട്ടേണ്ടത്. കാരണം ബാക്ക് കോളർ നമ്മളിതുവരെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോവുക. ബാക്കിയൊക്കെ ഇപ്പോൾ വരച്ചിരിക്കുന്നത് പോലെ കട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് 4 ക്ലോത്തും സ്ട്രെയിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വെച്ചതിന് ശേഷം തുണി നീങ്ങി പോകാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് വയ്ക്കുക. അടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡിയുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ടോപ്പ് കിട്ടുന്നത്. ഒരു റാ ഷേപ്പിൽ
കിട്ടും. കണ്ടോ, ഈ സൈഡൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് കിട്ടിക്കോളും. അടുത്ത് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ബാക്ക് നെക്കാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ട് ബാക്ക് നെക്ക് മാത്രം എടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് നെക്ക് ഇറക്കം കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ആദ്യം ഫ്രണ്ട് നെക്ക് വെച്ചിട്ട് ഞാൻ നെക്കിൻ്റെ ഇറക്കമൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തുണി അങ്ങനെ അടങ്ങി കിടക്കുന്ന തുണിയല്ല, അതുകൊണ്ടാണ് ജസ്റ്റ് പിടിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം സ്കെയിലെടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലോത്ത് ഒന്ന് നമുക്ക് മടക്കി വയ്ക്കാം. അടുത്ത് നമുക്ക് ബാക്ക് എടുത്ത് അതിൻ്റെ നെക്ക് വെട്ടാം. ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് ആം ഹോളൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആദ്യം ഫ്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു എക്സസ് ആയിട്ടിരിക്കുന്നത് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ 3 ഇഞ്ചാണ് നെക്ക് വിത്ത് കൊടുത്തത്. അതേപോലെ 3 ഇഞ്ച് ബാക്കിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇറക്കം ഒരു 2 ഇഞ്ച് ആം ഹോൾ റൗണ്ട് നെക്ക് ലെന്ത് 2 ഇഞ്ച്. അപ്പോൾ അതൊന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചതിന് ശേഷം ഒരു ബോക്സ് പോലെ വരച്ച് നമുക്കൊന്ന് യു ഷേപ്പ് വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ബാക്ക് നെക്ക് വേണ്ടത് ആ ഷേപ്പ് വരയ്ക്കുക. ഞാനിവിടെ ബാക്ക് യു ഷേപ്പാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ തുണി തെന്നിപ്പോകാതിരിക്കാനാണ് ഞാനിവിടെ സ്കെയിൽ വയ്ക്കുന്നത്. ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് തുണി പിടിച്ചു കൊടുത്തതിന് ശേഷം ആ ബോക്സിനകത്തൊരു യു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഫ്രണ്ട് പോർഷനിൽ ആ വി ഷേപ്പിന് ഈ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന അതേ ഡിസൈൻ ഒന്ന് വരത്തക്ക രീതിയിൽ ഒരു പീസ് കട്ട് ചെയ്യാനുണ്ട്. അത് നമുക്ക് അപ്പോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിൻ്റെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് നെക്കിൻ്റെ ഈ റൗണ്ട് ഇത്രയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മടക്കി തയ്ക്കണം. ഈ തയ്യൽ തുമ്പ് അകത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പീസ് ഇതുപോലെ ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കി ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ പുറത്ത് ഈ അകത്തെ തുണി കാണാൻ പറ്റാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് നെക്ക് കിട്ടി. ഇനി അയൺ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നിന്നോളും. അടുത്ത് നമുക്ക് ഫ്രണ്ട് പോർഷൻ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് കഴുത്തിറക്കം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ വെക്കാൻ കണക്കിന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 5.5 ഇഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീസാണ് നമ്മളിനി കട്ട് ചെയ്തെടുക്കാനുള്ളത്. അതിനായിട്ട് ഞാനിത് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഷോൾഡർ തയ്ക്കുന്നില്ലേ, അതുപോലെയാണ് തയ്ക്കേണ്ടത്. ഇത് അഴുക്ക് വശമാണ് ഈ ക്ലോത്തിൻ്റെ. നമ്മൾ തയ്ക്കേണ്ടത് നല്ല വശവും ചേർത്താണ് തയ്ക്കേണ്ടത്. മെയിൻ ക്ലോത്തിൻ്റെ ഈ നല്ല വശവും കട്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് തയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ആ നെക്ക് ഇറക്കം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പോർഷനിൽ സ്റ്റിച്ച് വരുന്നില്ലേ, ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി കട്ട് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഈ എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഈ ഇവിടെയൊക്കെയുള്ള എക്സസ് ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിൻ്റെ എൻഡ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് മറിച്ചിടുമ്പോൾ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് തുണി ഒന്ന് മറിച്ചിടണം. ഇതേപോലെ ഒന്ന് ആ എൻഡൊന്ന് കൂർത്തിരിക്കുന്ന ഭാഗം ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഇതേപോലെ ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഇതാണ്. നെക്ക് ഇതെങ്ങനെ മറിക്കുമ്പോഴത്തേക്ക് നല്ല പോർഷൻ ഫ്രണ്ടിൽ വരും. കണ്ടില്ലേ, ഷോൾഡർ തയ്ക്കും പോലെ നല്ല വശവും ചേർത്താണ് തയ്ക്കേണ്ടത്. ഇനി നമുക്ക് തുണി മാറിപ്പോവാതിരിക്കാനാണ് ഇവിടെ ഷോൾഡറിൻ്റെ പോർഷൻ തയ്ച്ചിട്ടുള്ളത്.
അപ്പോൾ നെക്ക് വരെയുള്ള പോർഷൻ വിട്ടിട്ട് ഈ ഷോൾഡറിലുള്ള ഒന്ന് പൊളിച്ച് വിടാം. ഇതൊന്ന് പൊളിച്ച് കൊടുക്കണം. ഇതുപോലെ പൊളിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ രണ്ടും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ 2 ഷോൾഡറും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്ക് ഇതേപോലെ വരും, കണ്ടില്ലേ? ഓപ്പൺ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഈ ഷേപ്പിൽ വരും. അതിനാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഷോൾഡർ താഴ്ന്ന് വരാനാണ് നമ്മൾ ഫ്രണ്ട് കഴുത്ത് 1 ഇഞ്ച് താഴ്ത്തി കൊടുത്തത്. അപ്പോൾ ഈ ഡ്രസ്സിൽ നമ്മൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് സ്ലീവിൻ്റെ ആ പോർഷനിൽ നമ്മൾ ബാക്ക് നെക്ക് തയ്ച്ചില്ലേ, അതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് നമുക്ക് ഫുൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം. ബാക്ക് കഴുത്ത് തയ്ച്ചതുപോലെ ഈ നമ്മുടെ ഇവിടെ തയ്ച്ചതുപോലെ കയ്യും തയ്ച്ച് കൊടുക്കാം. അപ്പോൾ 2 സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ 2 സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതേപോലെ നല്ല ഷേപ്പിൽ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ഒന്ന് അടിക്കണം. താഴത്തെ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിൻ്റെ സ്റ്റിച്ച് ഫുള്ള് കഴിഞ്ഞു. ഇനി താഴത്തെ പോർഷൻ മടക്കി അടിക്കണം, സൈഡ് അടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ? ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് തയ്ച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. അപ്പോൾ നെക്കിൻ്റെ 2 എൻഡും ഒന്ന് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, എൻഡ് മാത്രം. ഇതാണ് ബാക്ക് നെക്ക്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.